ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റൈലല്ല, അറബി സ്റ്റൈൽ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അതിലേക്ക് ഒരു ആടിൻ്റെ കുറുക്ക് ഭാഗമാണ്. ഇന്ന് രാവിലത്തെ ഡ്യൂട്ടിയാണ് കേട്ടോ, സ്പെഷ്യൽ മട്ടൻ ബിരിയാണി. അപ്പോൾ അതിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു, ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. നേരെ നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കുക. അടുപ്പിൽ അത് നമ്മൾ പുഴുങ്ങാൻ വെച്ചതിന് ശേഷം അതിലേക്കുള്ള മസാലയാണ് കേട്ടോ. ഉള്ളി, തക്കാളി, അറബി മസാല, ബിരിയാണി മസാല, ഏലക്ക, ഗ്രാമ്പ്, ഉണക്കനാരങ്ങ, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഞാൻ റെഡിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആട് തിളച്ചതിന് ശേഷം നമുക്കതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് പുഴുങ്ങിയെടുക്കുക. ഇതൊരു 3/4 മണിക്കൂർ വേണം കേട്ടോ പുഴുങ്ങിയെടുക്കണമെങ്കിൽ. മസാലയൊക്കെ ഇട്ട് ഇത് ഓവനിൽ വെച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. പാകത്തിന് ഉപ്പിടുന്നുണ്ട് ഞാൻ. ഇനി നല്ലോണം നല്ല വേവണം. ഇത് നമ്മൾ പുഴുങ്ങിയിട്ട് നമ്മൾ ഓവനിൽ വെച്ച് ചോപ്പിച്ചെടുക്കും കേട്ടോ, ഷവായി മോഡൽ. നമുക്ക് പ്രത്യേകം ഇനി മസാല ഉണ്ടാക്കാം ബിരിയാണിക്കുള്ള. അതിൽ ഉള്ളിയും ക്യാപ്സിക്കവും ഏലക്കയും ഗ്രാമ്പും. ഇതിൽ കുറച്ച് ഓയിലൊഴിക്കുക, മസാല ആക്കി വാട്ടിയെടുക്കുക. ഒരിടത്ത് ആട് വേവുന്നുണ്ട്, ബിരിയാണിക്കുള്ള മസാല ഞാൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. വാടിയതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് 2 തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞിടുക. അതിലേക്ക് നമുക്ക് മസാല ഇടാം. മസാല എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ബിരിയാണി മസാല, കുറച്ച് പാകത്തിന് ഉപ്പ്, കുറച്ച് തക്കാളി പേസ്റ്റ്, ടൊമാറ്റോ പേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് മൂന്നും കൂടെ നല്ല സെറ്റാക്കി ലൈനാക്കി എടുക്കുക. കുറച്ച് മല്ലിയില. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ദമ്മിടാൻ വേണ്ടിയുള്ള മസാലയാണ്. അപ്പോൾ മസാല റെഡി ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് ചോറ് വയ്ക്കണം. ചോറ് ഊറ്റിയെടുക്കുന്നതാണ് കേട്ടോ. ഊറ്റിയെടുത്തിട്ട് ദമ്മിടുന്നതാണ്. അതിന് പാകത്തിന് വെള്ളം ഒഴിക്കുക, ഉപ്പിടുക, കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിൽ കുറച്ച് ഏലക്ക, ഗ്രാമ്പ്, ക്യാരറ്റ്, കുറച്ച് തക്കോലം, ഇല ഐറ്റംസ് അങ്ങനെയൊക്കെ ഇട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. വറ്റിക്കാനുള്ള ഊറ്റാനാണ് കേട്ടോ. നമ്മൾ അരി അതിൽ കൂടെ ഇടാം. അരി വെള്ളം തിളച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് ആടും വേവുന്നുണ്ട്. ആട് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെടുത്ത് നമുക്ക് ഓളിലോട്ട് കയറ്റണം. അത് നമുക്ക് ചോറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ചോറ് നമുക്കൊന്ന് പ്രത്യേകിച്ച് നമുക്ക് മസാലയിലൊന്ന് ദമ്മിടണം കേട്ടോ. അപ്പം അതിലേക്കുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ ചോറ് വേവിച്ച് ഊറ്റിയതിന് ശേഷം നമുക്കതിലൊന്ന് ചോറൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അതിൽ കൂടെ നമുക്ക് റെഡിയാക്കി വെച്ച മസാലയൊക്കെ ഒന്ന് ദമ്മിടണം. നാട്ടിലെ മോഡലല്ല കേട്ടോ, ഇത് ഇവിടുത്തെ വേഗം എരിയും പുളിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതിന് കണക്കാക്കിയുള്ള ബിരിയാണിയാണ്. നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റാക്കി ചോറൊക്കെ ഇട്ട് നമുക്ക് ദമ്മിട്ടെടുക്കണം കേട്ടോ. മസാലയൊക്കെ ആ ചോറിലാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആട് പുറത്തെടുത്ത് നമുക്ക് അതിനൊന്ന് സോസൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് ഓവനിൽ വെച്ച് ഒന്ന് ചൂപ്പിച്ചെടുക്കണം. കാരണം ഇവർക്ക് ആട് ഇതുപോലെ പുഴുങ്ങിയെടുത്ത് അത് ഓവനിൽ വെച്ച് ചോപ്പിച്ചെടുത്താൽ അവർക്ക് ഇഷ്ടം കൂടുതൽ. വേറൊരു മോഡലുണ്ട് ദമ്മിട്ട ബിരിയാണി, ഈ മസാലയൊക്കെ ഇട്ട് വരിക. ഇതല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ട് ആട് പുഴുങ്ങിയതിന് ശേഷം അതിൽ ഒഴിക്കണം കേട്ടോ. ഇപ്പോൾ ചോറൊക്കെ ദമ്മിട്ട ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്, ആടും റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് പാത്രത്തോട്ടൊന്ന് മാറ്റുക. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് അറബി സ്റ്റൈൽ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ നിരത്തി മട്ടനൊക്കെ ഒന്ന് മീതെ പറക്കി വയ്ക്കുക. കുറച്ച് ഉള്ളിയും മല്ലിയിലയും കൂടെ ഒന്ന് മീതെ ഒന്ന് തൂറ്റുക. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ.